Hello guys, welcome back to channel. It's me Homo Chapin. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ ഗ്രഫൈൻ കോട്ടിങ് ചെയ്തിട്ട് ഇപ്പം 6 months ആയിട്ടുണ്ട്. അപ്പം അവർ മെയിനായിട്ട് പാക്കേജിൽ വരുന്നത് 1 year പാക്കേജാണ്. അതിൽ 6 months കൂടുമ്പോഴും 1 year ആകുമ്പോഴും ഫ്രീ മെയിൻ്റെനൻസ് ഉണ്ട്. മെയിൻ്റെനൻസിൽ അവർ ഒന്നും കൂടി പോളിഷ് ചെയ്ത് ഓരോ കോട്ടിങ്ങും കൂടെ ചെയ്തു തരും. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അപ്പം ഞാൻ അങ്ങനെ വണ്ടിയും കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം നമ്മൾ അവിടെ ഇടേണ്ടി വരും. അപ്പം ഓൾറെഡി ഇപ്പോൾ 6 months ഞാൻ യൂസ് ചെയ്തിട്ട് ഓൾറെഡി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഇനി ഒരു കോട്ടിങ് കൂടെ വരുമ്പോൾ വീണ്ടും ആ ഒരു ഫ്രഷ്നെസ് വരും വണ്ടിയിൽ. ഇപ്പൊ 6 മാസം ആയിട്ട് ആ ഫ്രഷ്നെസ്സിനൊന്നും ഒരു കുറവില്ല. ഇപ്പോഴും നമ്മൾ വണ്ടി വാഷ് ചെയ്തിടുമ്പോൾ നല്ലൊരു വെറ്റ് ഫീലാണ് വണ്ടി, നല്ല ഒരു റോഡ് പ്രസൻസ് ആണ് വണ്ടി. അപ്പം ചെയ്തതിൽ ഞാൻ വളരെ ഹാപ്പിയും സാറ്റിസ്ഫൈഡും ആണ്. അപ്പൊ നമ്മൾ എന്തായാലും മെയിൻ്റെനൻസിന് കൊണ്ടുപോവാണ്. മെയിൻ്റെനൻസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വീണ്ടും വണ്ടി കുറച്ചുകൂടി ഗ്ലോവും കാര്യങ്ങളൊക്കെ ആവും. അപ്പൊ നമുക്ക് എന്തായാലും ബ്രൈറ്റ് മേക്കേഴ്സിൽ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസും കൂടെ നമുക്കറിയാം. അപ്പം നമുക്കിനി നേരെ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരാം. 2 ദിവസത്തെ പ്രോസസ്സാണ്. അപ്പം 2 ദിവസം കഴിഞ്ഞ് വന്നിട്ട് നമുക്കിതിൽ എന്തൊക്കെയാണ് ചെയ്തത് എന്നെല്ലാം നമ്മുടെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ വണ്ടി ചെറുക്കനെ നമ്മളിവിടെ ഇട്ടിട്ട് പോവുകയാണ്. അപ്പം ഗൈസ്, നമ്മൾ ബ്രൈറ്റ് മേക്കേഴ്സിൽ വണ്ടി ഇട്ടിട്ട് ഇന്ന് 2ാമത്തെ ദിവസമായി. നമുക്കന്ന് ബിസി ആയതുകൊണ്ട് നമുക്ക് അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല, നേരെ പോകാനാണ് ഉണ്ടായത്. ഇപ്പം 3ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് വണ്ടി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വർക്ക് കാര്യങ്ങളെല്ലാം തീർന്ന് വണ്ടി ബ്രാൻഡ് ന്യൂ പോലെ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ 6 മാസം മുന്നേ ഈ പറഞ്ഞ ഗ്രഫീൻ കോട്ടിങ് ചെയ്ത് എങ്ങനെ ഇറക്കി അതേപോലെ തന്നെ വണ്ടി ഇപ്പോഴും കാണാൻ. അപ്പോൾ ചേട്ടാ, ഇതിപ്പം ഞാൻ മെനങ്ങാന്ന് കൊണ്ടിട്ടതാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇതിൽ എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെ പ്രോസസ്സ്, അന്ന് നമ്മൾ നല്ല രീതിയിൽ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ ഫുൾ പ്രോസസ്സ് എന്താണ്, നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ നമ്മൾ ഗ്രഫൈൻ കോട്ടിങ്, അണ്ടർ ബോഡി കോട്ടിങ്, PPF എല്ലാം ചെയ്യുന്ന വീഡിയോസും ഡീറ്റെയിൽസും അതിലുണ്ട്. അപ്പോൾ ഇപ്പം മെയിൻ്റെനൻസിൻ്റെ ടൈമിൽ നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ ചെയ്തത്, അങ്ങോട്ട് പോയിപ്പോൾ. ഈ വണ്ടി വന്ന സമയത്ത് അധികം സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൽ വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി. പിന്നെ ജസ്റ്റ് ഒരു 2-3 സ്ക്രാച്ചും കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മളൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം വന്ന ഉടനെ നമ്മൾ റാമ്പിലാണ് കയറ്റിയത്. എന്ന് വെച്ചാൽ ഇതിൽ അണ്ടർ ബോഡി നമുക്ക് ഉണ്ടായിരുന്നു, വാറണ്ടിയിൽ ഉണ്ടായിരുന്നു അണ്ടർ ബോഡി. അപ്പൊ അണ്ടർ ബോഡിക്കും ഈ പറഞ്ഞ 6 months, അത് എത്ര 5 year വാറണ്ടി ഉണ്ട്. അതായത് അണ്ടർ ബോഡി നമുക്ക് തുച്ഛമായിട്ടുള്ള എമൗണ്ടേ വരുന്നുള്ളൂ. ആ എമൗണ്ടിൽ നമ്മൾ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ 5 year ആണ് വാറണ്ടി. 6 മാസം കൂടുമ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിയിൽ എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ പാച്ചസ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരും. അപ്പൊ ആദ്യം അതാണ് ചെയ്തത്. പക്ഷെ വലിയ വിഷയമൊന്നും വന്നിട്ടില്ല, അടി തട്ടിയിട്ടോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഫ്രണ്ടിൽ കുറച്ച് ഭാഗത്തുനിന്ന് ചെറിയ കട്ടറിൽ ഹമ്പിലൊക്കെ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ഫുൾ വാഷ് ചെയ്ത് നമ്മൾ വണ്ടിയുടെ ക്വാളിറ്റി നോക്കിയപ്പോൾ ഫുൾ വാഷ് ചെയ്തപ്പം ഹൈഡ്രോഫോബിക് എഫക്റ്റ് എല്ലാം പക്കയായിട്ടുണ്ട്. വേറെ നമുക്ക് ഇനി വലുതായിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യം വന്നതുമില്ല. എന്നിട്ട് ജസ്റ്റ് കുറച്ച് അവിടെ 2-3 സ്ക്രാച്ചും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് പിന്നെ കറപ്ഷൻ ചെയ്തു, പെയിന്റ് കറപ്ഷൻ ചെയ്ത് അതെല്ലാം റിമൂവ് ചെയ്ത് അകത്തേറ്റി ഒരു കോട്ട് അകത്ത് കയറ്റിയിട്ട് നമ്മൾ മുന്നേ ചെയ്ത പോലെ ഒരു കോട്ടിങ് ചെയ്യും. ഓക്കെ. നമ്മൾ വാക്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ചെയ്ത കോട്ടിങ് കട്ടായി പോകും. ഓക്കെ. ചെയ്യേണ്ട ഭാഗത്ത് മാത്രം കറപ്ഷൻ ചെയ്തിട്ട് കോട്ടിങ്ങിലോട്ട് അപ്ലൈ ചെയ്യും. ഞാൻ മെയിനായിട്ട് ഫോളോ ചെയ്ത് ഇവർ പറഞ്ഞ പോലെ പുറത്തങ്ങനെ സർവീസ് സെന്ററിലൊന്നും വാഷ് ചെയ്യാൻ കൊടുത്തിട്ടില്ല. ഫുള്ള് ഞാൻ 5 രൂപ ലാക്രോൾ ഷാമ്പു വാങ്ങും, നമ്മൾ തന്നെ വാഷ് ചെയ്യും. അപ്പം വണ്ടി വളരെ നീറ്റും ആയിരിക്കും, വളരെ സിമ്പിളാണ്. ഈ കോട്ടിങ് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി വാഷ് ചെയ്യാൻ ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ടപ്പന വാഷ് ചെയ്ത് തീരും. അതെ. അപ്പം അതൊക്കെയാണ് നമ്മളെ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 6 മാസം കഴിഞ്ഞു. ഇതിപ്പം ചെയ്തപ്പം വീണ്ടും ബ്രാൻഡ് ന്യൂ പോലെ ആയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത് നമുക്ക് ഇപ്പോഴാണ് വരുന്നത്. ഇനി അടുത്ത് 6 months കഴിഞ്ഞിട്ട് ഇന്നിപ്പം അടുത്ത് 12ാം മാസം. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് 1 year പാക്കേജാണ്. അതിൽ 2 വട്ടമാണ് മെയിൻ്റെനൻസ് വരുന്നത്. 6 monthsലും അടുത്ത് ഒരു 1 year ആകുമ്പോഴും. 1 year ആകുമ്പോഴും ഇതേപോലെ പുത്തം പോലെ ഇരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സത്യം പറഞ്ഞാൽ. ഞാൻ ഇത് ചെയ്ത സമയത്ത് എനിക്ക് 100% ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു.
നമ്മൾ എന്തായാലും എല്ലാവരും ചെയ്തു നോക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഈ പറഞ്ഞ 6 മാസം ഉപയോഗിച്ചപ്പോൾ സത്യം പറയാമല്ല, ഈ നല്ല രീതിയിൽ ഡിഫറൻസ്, പ്രത്യേകിച്ച് ഇതേപോലുള്ള ഡാർക്ക് കളേഴ്സ് വണ്ടിയിൽ ഭയങ്കര പേടിക്കണ്ട, നമുക്ക് ഫെയ്ഡ് ആവത്തില്ല. നമ്മൾ ഈ ഗ്ലോസ് എപ്പോഴും തന്നെ നിലനിൽക്കും. ഭയങ്കര റിസൾട്ടാണ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മളെ പോലുള്ള വണ്ടികളെ സ്നേഹിക്കുന്നവർ, അതായത് എപ്പോഴും നമ്മളെ വണ്ടി ബ്രാൻഡ് ന്യൂ ആയിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ഈ സെറാമിക് ആയാലും ഗ്രഫൈൻ ആയാലും. കാരണം എപ്പോഴായാലും വണ്ടി വാഷ് ചെയ്തിട്ടാൽ ആ ഒരു ബ്രാൻഡ് ന്യൂ ആ ഒരു ഫിനിഷിൽ 10 റോഡേ പോകുമ്പോൾ എന്തായാലും ഒരു റോഡ് പ്രസൻസ് ഉണ്ട്, എല്ലാവരും നോക്കും ആ ഒരു ഗ്ലോസി കാണുമ്പോൾ. പിന്നെ നമ്മൾ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ വലിയ കെയറിങ്ങിൻ്റെ ആവശ്യമില്ല, മെയിനായിട്ട് നമ്മളെ വാഷിങ്ങിൽ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ വലിയ സ്ക്രാച്ച് ഒന്നും അങ്ങനെ അറിയത്തുമില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ PPF, മെയിനായിട്ട് സ്ക്രാച്ച് വരുന്നിടത്ത് PPF ഒട്ടിച്ചിട്ടുണ്ട്, അതും ഭയങ്കര യൂസ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ മെയിൻ്റെനൻസിൻ്റെ വിശേഷങ്ങൾ. അപ്പം അന്ന് നമ്മൾ മീറ്റ് ചെയ്ത പുള്ളി സുഖമില്ലല്ലേ? പുള്ളി സുഖമില്ല. അപ്പോൾ പുള്ളിയും ഇന്ന് കാണുമെന്നാണ് വിചാരിച്ചത്. കുഴപ്പമില്ല, നമുക്കിനി 1 ഇയർ വാറണ്ടിയിൽ വരുമ്പോഴെന്തെങ്കിലും ചെയ്യാം. അല്ലാതെ തന്നെ നമ്മൾ ഇനിയിപ്പം ബ്രൈറ്റ് മേക്കേഴ്സുമായിട്ട് ചേർന്നിട്ട് കുറച്ച് വണ്ടികളുടെയൊക്കെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളെ വീഡിയോസ് ആയിട്ട് ഇനി വരും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം സ്റ്റേ ട്യൂൺഡ് ബൈ. ഇറ്റ്സ് മീ ഹോം ഷാപ്പി.